ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞേക്കണേ എനിക്കൊരു സ്മോൾ ബിസിനസ് ഉണ്ട്, ബീഹൈവ് അറ്റലിയർ എന്ന പേര്. അതിൽ ഇതുപോലത്തെ കാർഡ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് എന്താണ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അല്ലെങ്കിൽ ബർത്ത്ഡേ സ്പെഷ്യലൊക്കെ ആയിട്ട് പെൻസിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് ക്ലാസ്മേറ്റ്സിനൊക്കെ കൊടുക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് ആദ്യം നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുണ്ടാവും ക്യാൻവ. അപ്പോൾ അത് തുറക്കാൻ ഇത്തിരി പണി ഉണ്ടാവും. എന്നിട്ട് തുറന്നതിന് ശേഷം നമ്മൾ നമ്മളെ ഇഷ്ടത്തിനുള്ള ഒരു സൈസ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആ പ്ലസ് ഐക്കൺ നോക്കിയിട്ട് കസ്റ്റം സൈസ് എടുത്തിട്ട് 336x624 പിക്സലാണ് ചെയ്യുന്നത്. ഈ കാർഡിൻ്റെ ഒരു അളവ് അതാണ്. ആ PX എന്നുള്ള ആരോ ഞെക്കിയാൽ നമുക്ക് സെൻറ്റിമീറ്ററോ ഇഞ്ചൊക്കെ കിട്ടും. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ നോക്കിയിട്ട് ആ കാർഡ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എലമെൻറ്റ്സ് എടുത്തിട്ട് ഞാൻ ഫ്ലവേഴ്സ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഏതാണ് ഡിസൈൻ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ കുറേ ഗ്രാഫിക്സ് ഉണ്ടാവും. ഗ്രാഫിക്സ് എടുത്താൽ മറ്റേ PNG ഇമേജസ് പോലെ സ്റ്റിക്കേഴ്സ് പോലെ നമുക്ക് കുറേ കിട്ടും. അപ്പോൾ ഇന്നത് പ്രോ അക്കൗണ്ട് ആയതുകൊണ്ട് പ്രോ ഉള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആവും. അല്ലെങ്കിലും നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്യാം പ്രോ അല്ലാത്തത്. അപ്പോൾ ഞാനിതാ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ചെയ്യാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഫോട്ടോ പിക്കൊന്നും വെക്കണില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഈ പ്ലസ് ഐക്കൺ നോക്കിയാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. അങ്ങനെയാണ് രണ്ടാമത്തെ ആ ഒരു എലമെൻറ്റ് വെച്ചത്. ഇനി നമ്മൾ കുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം എടുക്കുക. ഫ്രെയിം താഴേക്ക് പോയി കിട്ടും, അല്ലെങ്കിൽ എലമെൻസിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. പല ടൈപ്പ് ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു സർക്കിൾ ഫ്രെയിമാണ് എടുക്കുന്നത്. ഇനി ഇതിൽ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ അവിടെ നമുക്ക് ഫോട്ടോ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് എന്താണോ എഴുതണ്ട് അത് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫോണ്ട് മാറ്റണമെങ്കിൽ മാറ്റാം, കളർ മാറ്റണമെങ്കിൽ മാറ്റാം. ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ എന്തിനൊക്കെ ചെയ്യാമെന്ന് കൊടുക്കണുള്ളൂ, അല്ലാതെ ഇന്നത് ചെയ്യണില്ല. അപ്പോൾ ആ ഫോണ്ട് മാറ്റുക, കളർ മാറ്റുക, എല്ലാം ചെയ്യുക. മേ ബി ഇതെല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്മോൾ ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ അതുപോലത്തെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്യാൻവയിലാവുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഓരോ ലൈൻസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് സുഖമാവും ചെയ്യാനൊക്കെ. അപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്യൽ ടോപ്പ് റൈറ്റത്തെ ഏറ്റവും ലാസ്റ്റുള്ള ഐക്കൺ നോക്കിയിട്ട് അതിൽ PNG മാറ്റിയിട്ട് PDF പ്രിൻ്റ് കൊടുക്കുക. എന്നാലേ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ വരുള്ളൂ. അപ്പോൾ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ പ്രിൻ്റ് ഷോപ്പിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നതാണത്. A3 സൈസിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ A3യിൽ നമുക്ക് 7 പീസ് കിട്ടും ഈ ഒരു സൈസിൽ. ഇതാണ് എൻ്റെ ലൈഫ് സേവർ എന്ന് പറയാം. ബിക്കോസ് ഞാൻ ആദ്യമൊക്കെ പോളറോയിഡ്സൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നല്ല കഷ്ടപ്പെട്ടാണ്. മറ്റേ കട്ടറും സിസേഴ്സ് അല്ല എന്താണ് സ്കെയിലൊക്കെ വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത്. ഇത് മേടിച്ചതിന് ശേഷമാണ് കുറച്ച് പെട്ടെന്ന് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. മീൻസ് മറ്റേത് നമ്മളെ കൈയൊക്കെ അങ്ങനെ വേദനിക്കും. ഇതാവുമ്പോൾ ആ ലൈന് നോക്കി കട്ട് ചെയ്താൽ ഒരു സുഖമാണ്. അപ്പോൾ ഇതിന് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യൽ. ആ ലൈന് നോക്കിയിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കൈ വെച്ചിട്ടില്ലേ, അതിന് പകരം ആ മാഗ്നറ്റ് വെക്കലാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അതെനിക്ക് വലിയ സംഭവമായി തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് എടുത്തിട്ട് പിന്നെ എൻ്റെ സൗണ്ട് പോയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് വേണം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അത്രയും ഉപകാരം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്രയും കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിക്കണ്. ഈ ഒരു കട്ടറിലുള്ള ഒരു കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ ആകെ ഒന്നേ ഉള്ളൂ. ലാസ്റ്റിക്ക് വരുമ്പോൾ അതിൻ്റെ തലപ്പത്തൊക്കെ എത്തുമ്പോൾ ഒരു കട്ട് ചെയ്യാനൊരു പണിയുണ്ട്. അത് മേലേക്ക് കയറ്റി കൊടുത്താൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതിന് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയെന്ന്, അതാണ് ഇതൊക്കെ. പല ഡിസൈൻ ഉണ്ട്. അതൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയുന്നതാണ് ഇന്ന ഡിസൈൻ വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ കുറച്ചൊരു പ്രിൻറ്റിന് എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കണം. ഇത് സംഭവം എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ഒരു പരന്ന പോലെ കളറൊക്കെ സ്പ്രെഡ് ആയിക്കണം. അപ്പോൾ ഇത്രയും ഇനി കട്ട് ചെയ്തെടുക്കണം. ഇതിനുള്ളിലേക്ക് പെൻസിൽ ഇതാക്കണം. അപ്പോൾ പെൻസിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കെയിലും കട്ടറും എടുത്ത് കൊടുത്തിരിക്കണേ. അപ്പോൾ നല്ല കട്ടർ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ കട്ടർ തീരെ ഒരു ഷാർപ്നെസ് ഇല്ലാത്ത കട്ടറാണ്. മറ്റേ ഒരു കട്ടറില്ലേ ക്രാഫ്റ്റേഴ്സിനൊക്കെ എടുത്തുള്ള, പക്ഷെ അത് ഞാൻ ഇത്രയും കാലമായിട്ട് മേടിച്ചിട്ടില്ല, എന്താണെന്നൊക്കെ അറിയില്ല. അപ്പോൾ ഇതിന് താഴെ മേലായിട്ട് 2 ഹോൾസ് ഇടാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് പെൻസിൽ ഇൻസേർട്ട് ചെയ്യാമല്ലോ. അങ്ങനെ
ഇങ്ങനെ ഹോൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കുറേ ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായത്, തിന്നായിട്ടുള്ള ലൈന് വരക്കട്ടെ, എന്നാലേ നമുക്ക് ആ പെൻസിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ പേപ്പർ കീറാതെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് പെൻസിലിൻ്റെ ഒരു ഫുൾ സെറ്റാണ് മേടിച്ചിരിക്കുന്നത്, ഡോംസിൻ്റെ. ഐ തിങ്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പെൻസിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. അത് 300 GSM എന്താണ് ലേസർ പ്രിൻ്റാണ് നമ്മൾ എടുക്കൽ. അപ്പോൾ 300 ഒക്കെ ആകുമ്പോൾ തന്നെ അത് കീറാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പെൻസിൽ ബോക്സ് തുറന്നപ്പോൾ എനിക്കൊരു ഷാർപ്നറും ഇറേസറൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. സംഭവം അതൊക്കെ ഉണ്ടെന്ന് അറിയാം, പക്ഷേ അതിൻ്റെ ഇറേസറൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ. ഭംഗിയെന്നല്ല, എന്തൊരു വെറൈറ്റി ഉണ്ട് അത്. ഇറേസറിന് പെട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കിട്ടുമല്ലോ. സോ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇങ്ങനെ താഴത്തേക്കാക്കി മേലേക്കൊക്കെ ആക്കണം കേട്ടോ, എന്നാലേ നല്ല പോലെയൊക്കെ പോവുള്ളൂ. പിന്നെ പെന്നിൻ്റെ ഒരു സംഭവം ചെയ്യാനുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തുക്കണം. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കുറേ റഷായി പോയി. ഇതന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ കിട്ടണ്ടേ, അപ്പോൾ പെട്ടെന്ന് അവർക്ക് അയച്ചെടുക്കാനുള്ള ആ ഒരു ഇതിൽ ഇത്രയും ചെയ്യാണ്ട്. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത് രാത്രി ഇരുന്നിട്ടാണ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, എല്ലാം സെറ്റാക്കി. അപ്പോൾ കണ്ട, ഇത് 10 ഉള്ളൂ. ഇതേപോലെ 40 ഓർഡർ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പാക്കിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് ചെയ്തത്. ഈ പാക്കിംഗ് ബോക്സ് ഞാൻ മേടിച്ചത് ആമസോണാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ അതും കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ 20 ഒരു പാക്കിംഗ് ബോക്സിൽ കൊണ്ടത്. അപ്പോൾ ഞാൻ ഈ വലിയതൊക്കെ 2 വെച്ചിട്ടാണ് ചെയ്തത്. അത് 40 കാർഡ്സിൻ്റെ ഓർഡർ ആയതുകൊണ്ട് ഞാൻ അത് ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് 2 പെട്ടിയും കൂടി അതൊന്ന് യോജിപ്പിച്ച്, എന്നിട്ട് അതിൻ്റെ മേലെ ടാപ്പ് ആൻഡ് ചുറ്റി. പിന്നെ ചെറിയ ബോക്സ് ഉണ്ട്, കാരണം അത് 2 പീസായിട്ടാണ് തോന്നുന്നു ഓർഡർ ചെയ്തത്. 2 പീസും പിന്നെ നെയിം സ്ലിപ്പും. അതുകൊണ്ട് ഞാൻ ആ പെട്ടി ഒന്ന് ചെറുതാക്കിയാണ്ട് ആക്കി. പിന്നെ ഇതാണ് ആ ബോക്സ്. ഇത് ഞങ്ങൾ വേറെ എന്തിനോ മേടിച്ചതാണ്, പക്ഷേ ഇതിനാണ് ഉപകാരപ്പെട്ടത്. അപ്പോൾ ഇത് ലെങ്ത്ത് നല്ല ഉണ്ട്, പക്ഷേ ഹൈറ്റ് അത്രക്കില്ല. ഹൈറ്റും പിന്നെ വിഡ്ത്ത് കുറച്ച് കുറവാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കട്ടോ, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ വേറെ ക്രാഫ്റ്റ് ടൈപ്പോ അല്ലെങ്കിൽ പെയിൻറ്റിങ് ടൈപ്പൊക്കെ വീഡിയോ ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കണ്ട് പോവുക. പിന്നെ ഇതാണ് ക്ലിങ് റാപ്പ്. ഇതും ഞാൻ ഏതോ സൈറ്റിൽ നിന്ന് തന്നെ മേടിച്ച്, ഫ്ലിപ്കാർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ പെന്ന് വെച്ചിട്ടുള്ളതും ഉണ്ട്, പക്ഷേ അത് ഇതിൽ കാണിക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.